ഇപ്പം നമ്മളുടെ ബയോഹാക്ക് സെൻറ്ററിൽ ഞങ്ങളിത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് സോണയും അതേപോലെ കോൾ പ്ലഞ്ച് ഉപയോഗിച്ചിട്ടാണ്. ഒരാൾ ഒരു 75 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 40 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ ശരീരത്തിൽ 75 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് ഊഹിക്കാമല്ലോ. അത്രയും നല്ല ടെമ്പറേച്ചർ, ഇൻഫ്രാറെഡ് സോണ ആയതുകൊണ്ട് നമുക്ക് ആ ടെമ്പറേച്ചർ ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. സോ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ആൾ നേരെ ഒരു 2 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് സൂചി വെച്ച് കുത്തിക്കയറ്റുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്കുണ്ടാകും. ഒരു 2 മിനിറ്റ് കൂടുതൽ അനുഭവിച്ചിട്ടുള്ളൂ. 2 മിനിറ്റ് കൂടുതലൊന്നും ഒരാൾക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. സോ ഇതൊരു പവർഫുൾ മൈറ്റോകോൺഡ്രിയൽ ഫിഷനാണ്. ഈ 2 പരിപാടി കഴിഞ്ഞ് പുറത്തോട്ടൊരാൾ ഇറങ്ങി വന്നാൽ നമ്മൾ ഈ യന്ത്രനകത്ത് കാണുന്ന പോലെ അവരുടെ എനർജി ലെവല് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന മൈറ്റോകോൺഡ്രിയയുടെ എണ്ണം മേ ബി 5-10 ടൈംസ് കൂടിയിട്ടുണ്ടാവും. ഒന്ന്, അവരുടെ വിശപ്പ് കൂടും, ഗ്ലൂക്കോസ് മുഴുവൻ ബേൺ ചെയ്ത് പോവും, അവരുടെ എനർജി ലെവൽസ് കൂടും. സോ ജനറലി മൈറ്റോകോൺഡ്രിയ ഒരു സ്വിച്ച് പോലെ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വേഗതയിൽ നമ്മുടെ സെല്ലുലാർ ലെവൽ മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്ന് മൈറ്റോകോൺഡ്രിയാണ്. നമ്മളൊന്ന് ഇവിടെ ഇരിക്കുന്നിടത്ത് എണീറ്റിട്ട് 4 തവണ ചാടിക്കഴിഞ്ഞാൽ അവിടെ മൈറ്റോകോൺഡ്രിയ എണ്ണം കൂടും.